നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കലാവേദി USA ഒരുക്കുന്ന കരോക്കെ നൈറ്റ് 18-ന് ശനിയാഴ്ച ഫ്ലോറൽ പാർക്കിൽ. ഇന്ത്യ പ്രസ് ക്ലബ് ന്യൂജേഴ്സി സമ്മേളനത്തിന് വർണ്ണാഭമായ തുടക്കം. NK പ്രേമചന്ദ്രൻ MP-യും പങ്കെടുക്കുന്നു. മാക് തിരഞ്ഞെടുപ്പ് ഡിസംബറിൽ. മുൻഗാമികളുടെ മാർഗത്തിൽ നേരോട് നന്മ ലക്ഷ്യമാക്കി ടീം യുണൈറ്റഡ്. അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസിന് ഹൃദയപൂർവ്വമായ ആശംസകൾ നേർത്ത കനേഡിയൻ ചാപ്റ്റർ പ്രസിഡന്റ് ഷിബു കിഴക്കേക്കുറ്റ്. ഹ്യൂസ്റ്റണിൽ പ്രധാന തിരുനാളിന് ഭക്തിസാന്ദ്രമായ കൊടിയേറ്റ്. വാർത്തകൾ വിശദമായി. കലാവേദി USA സംഘടിപ്പിക്കുന്ന കരോക്കെ നൈറ്റ് ഒക്ടോബർ 18 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഫ്ലോറൽ പാർക്കിൽ വെച്ച് നടത്തുന്നു. എക്കോയുടെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കാൻ ഉദ്ദേശിച്ചാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ഡെന്നി, ലിയ ഐസൺ, സൂസൻ വർഗീസ്, പ്രേം കൃഷ്ണൻ, അലക്സ് ഫ്രാൻസിസ് എന്നിവർ കരോക്കെ നൈറ്റിനെ സംഗീത സാന്ദ്രമാക്കും. നൃത്തത്തിനും സംഗീത സന്ധ്യയ്ക്കുമൊപ്പം രുചികരമായ ഡിന്നറും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഗീത സാന്ദ്രമായ കരോക്കെ നൈറ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും കലാവേദി ഭാരവാഹികളായ സിബി ഡേവിഡ് പ്രസിഡന്റ്, ബിജു ചാക്കോ സെക്രട്ടറി, മാത്യു മാമൻ ട്രഷറർ, കോരസൻ വർഗീസ് വൈസ് പ്രസിഡന്റ്, ആന്റണി ജോസഫ് ജോയിന്റ് സെക്രട്ടറി, ബിന്ദു ഡേവിഡ് വനിതാ ഫോറം കോർഡിനേറ്റർ, ഷാജു സാം ഫിനാൻഷ്യൽ അഡ്വൈസർ, ബിജു സാം, സജി മാത്യു ഓഡിറ്റർമാർ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സിബി ഡേവിഡ്, ബിജു ചാക്കോ, മാത്യു മാമൻ, കോരസൻ വർഗീസ്, ആന്റണി ജോസഫ്, ഷാജി വർഗീസ്, ഷാജു സാം, ബിന്ദു ഡേവിഡ്, സജി മാത്യു, ബിജു സാം എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് eMalayali. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ ഡിസംബറിൽ നടക്കുന്ന വാർഷിക തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി റോയ് മാത്യുവിന്റെ ശക്തമായ നേതൃത്വത്തിൽ ടീം യുണൈറ്റഡ് പാനൽ തയ്യാറായി. അനുഭവപരിചയത്തിന്റെ പക്വതയും യുവത്വത്തിന്റെ ഊർജ്ജസ്വലതയും കൈമുതലാക്കിയ മത്സരാർത്ഥികളാണ് പാനലിൽ. നേരാണ് പാത, നന്മയാണ് ലക്ഷ്യമെന്ന നയം മുഖമുദ്രയാക്കിയ ടീം യുണൈറ്റഡിൽ ഹ്യൂസ്റ്റണിലെ വിവിധ സംഘടനകൾ വിജയകരമായി മുന്നേറുന്ന കഴിവുറ്റ സംഘാടകരുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും കൂടുതലാണ്. ഹ്യൂസ്റ്റണിലെ പ്രമുഖരായ സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സപ്പോർട്ട് ടീം യുണൈറ്റഡിന് ഏറെ നേട്ടമാണ്. ന്യൂസ് ഡെസ്ക് eMalayali. അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസിന് ഹൃദയപൂർവ്വമായ ആശംസകൾ നേർന്ന കനേഡിയൻ ചാപ്റ്റർ പ്രസിഡന്റ് ഷിബു കിഴക്കേക്കുറ്റ്. മാധ്യമ ലോകത്തിലെ പ്രതിഭകളെ ഒരുമിപ്പിക്കുന്ന ഈ അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസ് ഒരു മഹത്തായ ആഘോഷ നിമിഷമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സത്യത്തിനും നീതിക്കും വേണ്ടി കഴിവും ടെക്നോളജിയും ബുദ്ധിയും വാക്കും തൂലിക കയ്യിലെടുത്തവർ ഒന്നിച്ചു ചേരുന്ന ഈ സംഗമം പ്രചോദനത്തിന്റെ പ്രതീകമാണ്. ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ മാധ്യമ പ്രതിനിധികൾക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം നേർന്നു. നിങ്ങളുടെ സാന്നിധ്യം ഈ സംഗമത്തിന് ആഗോള മുഖഛായ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂജേഴ്സിയിൽ സംഘടിപ്പിച്ച 11ാമത് കോൺഫറൻസിന്റെ വിജയത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാ ചാപ്റ്ററുകൾക്കും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ സമർപ്പിതമായ സേവനവും കൂട്ടായ മനോഭാവവുമാണ് ഈ വിജയത്തിന്റെ അടിത്തറ. മുൻകാല എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഈ അവസരത്തിൽ ആദരപൂർവ്വം ഓർക്കുന്നു. നിങ്ങളുടെ ദീർഘദർശനമാണ് ഈ കൂട്ടായ്മയെ ഇന്നത്തെ ഈ ഉയരത്തിലേക്ക് എത്തിച്ചത്. നിങ്ങൾ വിതച്ച വിത്തുകൾ ഇന്ന് വിജയത്തിന്റെ വൃക്ഷമായി വളർന്നു. സുനിലിന്റെ നേതൃത്വത്തിലുള്ള നിലവിലെ എക്സിക്യൂട്ടീവ് ടീമിനും അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ നേതൃത്വവും ഏകീകൃതമായ പരിശ്രമവുമാണ് ഈ സമ്മേളനത്തിന് തിളക്കം പകർന്നത്. അഡ്വൈസറി ബോർഡ് അംഗങ്ങൾക്കും അവരുടെ വിലമതിക്കാനാവാത്ത മാർഗനിർദ്ദേശത്തിനും പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി. വ്യക്തികളുടേതല്ല, കൂട്ടായ പരിശ്രമമാണ് യഥാർത്ഥ വിജയത്തിന്റെ രഹസ്യം. ഇത് ഭാവി തലമുറകൾക്ക് പ്രചോദനമാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യത്തിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്കയുടെ ഈ യാത്ര എന്നും പ്രകാശിക്കട്ടെ. കാനഡയിൽ നിന്ന് എല്ലാ സഹപ്രവർത്തകർക്കും ബിഗ് സല്യൂട്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് eMalayali. സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഫൊറാന ദേവാലയത്തിൽ പ്രധാന തിരുനാളിന് ഒരുക്കമായുള്ള കൊടിയേറ്റ് ഭക്തിസാന്ദ്രമായി നടത്തപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന തിരുനാളിന് 8-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 6:30 വികാരി ഫാദർ എബ്രഹാം മുത്തോലത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഷി വലിയ വീട്ടിൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ
കൊടിയേറ്റ് നടത്തപ്പെട്ടു. ഈ വർഷത്തെ തിരുനാൾ ഇടവകയിലെ എല്ലാ യുവജനങ്ങളും പ്രസിദ്ധേന്തിമാരായാണ് നടത്തപ്പെടുന്നത്. കൊടിയേറ്റിനൊരുക്കമായി ദേവാലയത്തിൽ വെച്ച് തിരുനാൾ പതാക വെഞ്ചരിച്ച് യുവജനങ്ങൾക്ക് നൽകുകയും തുടർന്ന് മുത്തുകുടുകളുടെയും ചെണ്ടമേളത്തിന്റെയും ഗായക സംഘത്തിന്റെയും അകമ്പടിയോടെ എല്ലാവരും പ്രദക്ഷിണമായി കൊടിമര ചുവട്ടിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് ഇടവകയിലെ വിശ്വാസ സമൂഹത്തെ സാക്ഷി നിർത്തി ഫാദർ എബ്രഹാം മുത്തോലത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഷി വലിയവേട്ടിൽ എന്നിവർ പതാക ഉയർത്തി. തിരുനാൾ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. ഒക്ടോബർ 11, 12 ശനി, ഞായർ ദിവസങ്ങളിൽ യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായി ഇംഗ്ലീഷ് കുർബാനയും ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. ശനി, ഞായർ ദിവസങ്ങളിൽ യുവജന ധ്യാനം നടത്തപ്പെടുന്നു. ബ്രദർ പ്രിൻസ് വിധേയത്തിൽ, ജെറിൻ, നീതു, മിഷണറീസ് ഓഫ് അപ്പോസ്തലിക് ഗ്രേസ് UK ആണ് യുവജന ധ്യാനം നയിക്കുന്നത്. കൈക്കാരന്മാരായ ജായ്ച്ചൻ തയ്യിൽ പുത്തൻപുരയിൽ, ഷാജു മോൻമുകളയിൽ, ബാബു പറയംകാലയിൽ, ജോപ്പൻ പൂവപ്പാടത്ത്, ജെയിംസ് ഇടുക്കുതറയിൽ, പാരിഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോസ് പുളിക്കത്തൊട്ടിയിൽ, സിസ്റ്റർ റെജി SGC, ബിബി തെക്കനാട്ട്, യുവജന പ്രതിനിധി ജെഫ് പുളിക്കത്തൊട്ടിയിൽ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കൂടാരയോഗ ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഫാദർ എബ്രഹാം മുത്തോലത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഷി വലിയവീട്ടിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇന്ത്യ പ്രസ് ക്ലബ് IPCNA എഡിസൺ സമ്മേളനത്തിന്റെ വർണ്ണാഭമായ തുടക്കം. അതിഥികളെല്ലാവരും സമ്മേളന സ്ഥലമായ എഡിസൺ ഷെറാട്ടൺ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു. 100-ലേറെ മീഡിയ പ്രതിനിധികൾ ഇന്നലെ രാത്രി തന്നെ എത്തിച്ചേർന്നു. മികച്ച പാർലമെന്റേറിയൻ എന്ന വിശേഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള കൊല്ലത്തിന്റെ സ്വന്തം NK പ്രേമചന്ദ്രൻ MPയും സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയത് ഏറെ സന്തോഷകരമായി. കോൺഫറൻസിന്റെ ഭംഗിയായ നടത്തിപ്പിന് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പത്രപ്രവർത്തന മേഖലയിലെ പ്രശസ്ത വ്യക്തിത്വങ്ങൾ അണിചേരുന്ന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, ചർച്ചകൾ, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. ഒക്ടോബർ 9 വ്യാഴാഴ്ച വൈകുന്നേരം 6 മുതൽ 10 വരെ റൂബി റൂമിൽ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സെഷൻ അരങ്ങേറി. ഇന്ന് ഒക്ടോബർ 10 വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ 9 വരെ ബ്രേക്ക്ഫാസ്റ്റ് സെഷൻ, 8:30 മുതൽ 10 മണി വരെ രജിസ്ട്രേഷനും സ്വാഗത ഡെസ്കും പ്രവർത്തിച്ചു. 9:30 പരിപാടികൾക്ക് ഔപചാരികമായി തിരിതെളിഞ്ഞു. ചാപ്റ്റർ പ്രസിഡന്റ് അതിഥികളെയും മാധ്യമ പ്രതിനിധികളെയും സ്വാഗതം ചെയ്തു. ഉപദേശക ബോർഡ് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, വിവിധ ചാപ്റ്റർ പ്രസിഡന്റുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 9:35 ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ദീപം തെളിയിച്ച് ഉദ്ഘാടന ചടങ്ങ് നടത്തി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.